ഈ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നിലവിൽ ഇപ്പം അമേരിക്കയിൽ ഒരു ചെറിയ പ്രതിസന്ധി. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ US ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ഇപ്പം മൊത്തത്തിൽ വളരെ ഫേമസ് ആയിട്ട് ഓൺലൈനിൽ ടോപ്പ് റേറ്റിംഗിൽ പോകുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ അമേരിക്കയുടെ ഉള്ളിൽ US കോൺഗ്രസിൽ സെനറ്റ് മെമ്പേഴ്സുമായിട്ടൊക്കെ വളരെ നീണ്ടൊരു ചർച്ച അവിടെ നടത്തുകയുണ്ടായി. ഈ ചർച്ച എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചർച്ച നടന്നത്. അപ്പൊ ഗവൺമെന്റിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബില്ല് പാസ്സാക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പൊ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയിൽ ഡെമോക്രറ്റുകളാണ് നിർണായക പങ്ക് വഹിക്കുന്നത്. കാരണം ട്രംപ് ഒരു 1.5 മാസത്തിന് മുമ്പ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബില്ല് പാസ്സാക്കി എടുത്തതുമാണ്. അപ്പൊ അങ്ങനെ പാസ്സാക്കി എടുത്ത സമയത്ത് മെഡിക്കൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തുക ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ നിന്ന് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഫെഡറൽ സ്റ്റേറ്റുകൾക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും കൊടുക്കേണ്ട മെഡിക്കൽ തുകകളുണ്ട്. അതായത് ജനങ്ങളുടെ മെഡിക്കൽ സേവനവുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ഉൾപ്പെടുത്താതെയാണ് ട്രംപ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയെടുത്തത്. അപ്പൊ ഇപ്പൊ ഡെമോക്രാറ്റുകൾക്ക് അതിൽ എതിർപ്പുണ്ട്. അന്ന് വളരെയധികം പ്രയാസപ്പെട്ട് ട്രംപ് ഈ ഒരു ബില്ല് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കി എടുത്തെങ്കിലും ഡെമോക്രാറ്റുകൾക്ക് ഇതിനകത്ത് എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ ഡെമോക്രാറ്റുകൾ ഇപ്പം കൃത്യമായിട്ട് ഒരു ചെക്ക് പോയിന്റിൽ വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനെ പിടിച്ചു നിർത്തുകയാണ്. ഇന്നലെ ഫുൾ ഡേ ഉടനീളം ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് ആയിരുന്നു സെനറ്റിൽ. പക്ഷേ ബില്ല് പാസ്സായില്ല. ഡെമോക്രാറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ റിപ്പബ്ലിക്കൻസ് അഥവാ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഡെമോക്രാറ്റുകളുമായിട്ട് സീക്രട്ട് റൂം ക്ലോസ് ഡോർ മീറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. എന്നിട്ടും ധാരണയാവുന്നില്ല. ഡെമോക്രാറ്റുകൾ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇന്നും കൂടി ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഓവർ മിഡ് നൈറ്റ് വരെ ചർച്ച പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗവൺമെന്റ് സ്തംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്. ആകെ കൂടെ S&P മാത്രമാണ് ചെറിയ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. നാസ്ഡാക്കിൽ മിക്ക സ്റ്റോക്കുകളും തകർന്നിരിക്കുകയാണ്. US ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞുള്ള ആ ഒരു ടാഗ് ലൈൻ വളരെയധികം വൈറലാവുന്നുണ്ട്. ശരിക്കും ഇൻവെസ്റ്റേഴ്സിലേക്ക് ഒരു ഫിയർ ഫാക്ടർ ആയിട്ട് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് US സ്റ്റോക്ക് മാർക്കറ്റ് ലോ പെർഫോമൻസിലേക്ക് പോകുന്നത്. ഡോളർ വീക്കായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് ഇപ്പോഴും ഹൈ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഇത് വീണ്ടും സ്വർണ്ണവില കുത്തനെ കൂടാനുള്ള സാധ്യതയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഓൾറെഡി തന്നെ 84,000 നിൽക്കുകയാണ് സ്വർണ്ണം. ഇനിയിപ്പോ ഇത് എങ്ങനെ പോകും നമുക്കറിയത്തില്ല. ട്രംപ് കാണിക്കുന്ന ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികളിൽ ഈ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ടാണ്. അത് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം ശരിക്കും ആഗോള തലത്തിൽ തന്നെ അത് ഇമ്പാക്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അമേരിക്കക്കാരൊന്നും ഇത് കാണുന്നില്ല. ചില നമ്മുടെ കേരള അമേരിക്കക്കാരുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമേരിക്കയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ പെട്ടെന്ന് വന്നിട്ട് നിനക്ക് അമേരിക്കയെ കുറിച്ച് എന്തറിയാം എന്നുള്ള രീതിയിലേക്ക് കമന്റ് ഇട്ടിട്ട് പോകുന്നതാണ്. അമേരിക്കയെ പ്രൊട്ടക്ട് ചെയ്യാനും അമേരിക്കയെ സേഫ് ഗാർഡ് ചെയ്യാനുമാണ് അവര് ഒന്ന് കമന്റ് ഇടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ എഴുതുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ക്രിട്ടിക്സ് നമ്മൾ ഹെൽത്തി ആയിട്ട് ക്രിട്ടിക്സ് എല്ലാം തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നതാണ്. എല്ലാ ക്രിട്ടിക്സിനും ഞാൻ വായിക്കാറുണ്ട്, മറുപടി തരാറുണ്ട്. ടൈം ഇല്ലാത്ത സമയത്ത് ഞാൻ ചിലപ്പോൾ കമന്റ് ലൈക്ക് ചെയ്യാറില്ല. പക്ഷേ അതേസമയം കമന്റുകളെല്ലാം തന്നെ ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു വെച്ചേക്കാം. ഗവൺമെന്റ് ഷട്ട് ഡൗൺ ഇതിനു മുമ്പ് ഇതേപോലെ 2019 ഒരു സെനാറിയോ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു തരത്തിൽ മൈൽഡ് ആയിട്ട് അത് റിസോൾവ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റുകൾ അത്രത്തോളം കടുങ്കൈ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ട്രംപിന്റെ ഇപ്പോഴത്തെ നയങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഒരു കുടിയേറ്റ വിരുദ്ധ നയം, ഈ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റങ്ങളെയൊക്കെ അവർ അനുകൂലിക്കുന്ന ടീമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കുടിയേറ്റ വിരുദ്ധ നയം ശരിക്കും അമേരിക്കയിൽ വളരെ വളരെ ഹാർഡായിട്ട് തന്നെ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഫാർ റൈറ്റിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ട്രംപിന്റെ ഈ മെഗാ മൂവ്മെന്റ് ആണ് ഇതിന്റെ പുറകിൽ സപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനെ. ബാക്കി ഇപ്പൊ അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ കുടിയേറ്റക്കാരാണ്. അത് എത്ര കാലങ്ങൾക്ക് മുമ്പ് കുടിയേറി എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രസക്തം. അല്ലാതെ ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള ക്രെഡിബിലിറ്റി ഇതിനകത്ത് ഇല്ല. അതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഡെമോക്രാറ്റുകൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ഇതിനകത്ത്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരെ ഒരു കടുംപിടുത്തമാണ് പിടിച്ചിരിക്കുന്നത്. ഈ സ്ഥിതി തുടരുകയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് കുറച്ച് പ്രഷർ കൂടും. അപ്പൊ അങ്ങനെ പ്രഷർ കൂടിയിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് ഓവർനൈറ്റ് ചർച്ച നടത്തും. ഇനി മിഡ് നൈറ്റ് വരെ ചർച്ച നടത്തി ഈ ബില്ലിൽ ഒരു തീരുമാനമാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെമോക്രാറ്റുകളാണെങ്കിലും അവർക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയോട് അവർക്ക് ആശയപരമായിട്ടുള്ള ആ ഒരു എതിർപ്പുണ്ടെങ്കിലും രാജ്യത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് തകരുന്നത്, അമേരിക്കയുടെ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യുക, ഇതൊന്നും ഡെമോക്രാറ്റുകളും അത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയല്ല. അവർ ഈ ഒരു പോയിന്റിൽ ആവശ്യപ്പെടുന്നത് മെഡിക്കൽ ബില്ല് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ഉൾപ്പെടുത്തുക. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഗവൺമെന്റ് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബില്ല് പാസ്സാക്കി തരാം എന്നാണ് ഡെമോക്രാറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ മേഖലകളാണ് ഇത് ബാധിക്കുന്നത് പറഞ്ഞാൽ, ഇത് അമേരിക്കയുടെ ഉള്ളിലെ മറ്റുള്ള ഫെഡറൽ ഗവൺമെന്റുകളുമായിട്ടുള്ള കംപ്ലീറ്റ് ബന്ധങ്ങളെയും ഇത് ബാധിക്കും. സിസ്റ്റത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മ്യൂസിയം, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറേ ഉണ്ട്. അതൊന്നും തന്നെ പ്രവർത്തിക്കില്ല. അതൊക്കെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അതൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും. പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ സാലറി പെൻഡിംഗ് ആവും. ഇന്നലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇന്നലെ ഏതാണ്ട് 30 സെപ്റ്റംബറോടുകൂടി ഏതാണ്ട് ലക്ഷക്കണക്കിന് ഫെഡറൽ ഉദ്യോഗസ്ഥരാണ് റിസൈൻ ചെയ്തത്. കൂട്ടരാജി. ഈ കൂട്ടരാജി എന്ന് പറഞ്ഞാൽ അവര് റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്ത് VRS എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. അതിന് കാരണം ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ആൾക്കാർക്ക് വിരമിക്കാം. കാരണം അത്രമാത്രം ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് VRS എന്നുള്ള മോഡലിൽ ഈ റെസിഗ്നേഷൻ നടക്കുന്നെങ്കിലും ഇത് ഒരു തരത്തിൽ ഫോഴ്സ്ഡ് റെസിഗ്നേഷൻ തന്നെയാണ്. കാരണം 8 മാസം അവർക്ക് ലീവിൽ പ്രവേശിക്കാം. 8 മാസം ഈ ഫെഡറൽ ഗവൺമെന്റ് ശമ്പളം കൊടുക്കും.
അങ്ങനെ 8 മാസത്തിൽ ഇത്രയും ഉദ്യോഗസ്ഥരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതോടുകൂടി അത് ഗവൺമെന്റിന് ഒരു വൻ നേട്ടമായി തീരും. കാരണം ഈ സാലറി ഇനത്തിലും അവരുടെ ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഒരു വൻ ലാഭം തന്നെയാണ്. അപ്പൊ ആ രീതിയിലാണ് കണക്ക് കൂട്ടിക്കൊണ്ട് കൂടുതൽ ലേ ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഗവൺമെന്റ് ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് ഫെഡറൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൂട്ടരാജിയാണ്. അതിന്റെ നമ്പേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. 1 ലക്ഷം ഫെഡറൽ ഉദ്യോഗസ്ഥരാണ് ഇപ്പം വിരമിക്കുന്നത്. 1 ലക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 ലക്ഷം പേരെ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ഓൺ ദി സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഈ വർക്കുകളൊക്കെ ആര് ചെയ്യും? അപ്പൊ ഈ 1 ലക്ഷം വർക്കേഴ്സ് ഇപ്പം ഈ ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ മാറുന്നതോടുകൂടി ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പലരും പറയും അവരൊക്കെ ഒരു ജോലിയും ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് വെറുതെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ വരുന്നതാണ്. അങ്ങനത്തെ രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചിലരൊക്കെ ഉണ്ടാവായിരിക്കാം. ഇപ്പൊ ഡോജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിലൂടെ ഈ ഫെഡറൽ വർക്കേഴ്സിന്റെ എബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലോൺ മസ്ക് ഇമെയിൽ അയച്ചത്. ഒരു ഇമെയിൽ സന്ദേശം. അതായത് ഈ ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് തിരിച്ചയക്കണമായിരുന്നു. FBI പോലത്തെ CIA പോലത്തെ ഏജൻസികളൊക്കെ അതിന് തയ്യാറല്ലായിരുന്നു. കാരണം അവരുടെ വർക്ക് കോൺഫിഡൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. തുളസി ഗബ്ബാർഡും കാഷ് പട്ടേലും ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അതിനെ ചൊല്ലി ചെറിയ തർക്കങ്ങളൊക്കെ രൂപപ്പെട്ടതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ. ചെറിയ വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എലോൺ മസ്ക് ഇപ്പം കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ക്ലിയർ ചെയ്ത് പുള്ളിക്കാരൻ പോയി. പുള്ളിക്കാരൻ തുടങ്ങി വെച്ച ഒരു ഉദ്യമമുണ്ടല്ലോ, അതായത് ഈ ഒരു വർക്കേഴ്സിന്റെ എബിലിറ്റി. ഡോജ് എന്ന് പറയുന്ന സംവിധാനത്തിന് കീഴിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫെഡറൽ വർക്കേഴ്സിന്റെ എബിലിറ്റി, അവരുടെ ആ ഒരു 360 അപ്രൈസൽ ഇതെല്ലാം തന്നെ മോണിറ്റർ ചെയ്യപ്പെട്ടത്. അപ്പൊ അതിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത എംപ്ലോയീസ് ആണ് ഇങ്ങനെ സ്വയമേ ഇത്രയും പ്രഷർ എടുക്കണോ, നമുക്ക് എന്നാ പിന്നെ വിരമിച്ചേക്കാം എന്നുള്ള രീതിയിൽ അവർ സ്വയമേ റിസൈൻ ചെയ്ത് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ്ഡ് റെസിഗ്നേഷൻ, അതിനെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ 1 ലക്ഷം പേര് 30-ാം തീയതിയോടുകൂടി അവരുടെ ലാസ്റ്റ് ഡേ വർക്കിംഗിൽ എത്തി അവർ കാര്യം കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. 50% ആൾക്കാരെങ്കിലും കൃത്യമായിട്ട് ചില ടാസ്കുകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. അപ്പൊ ആ ടാസ്കുകൾ ഇനി ആര് ചെയ്യും, അതിനെ ആരെ ഏൽപ്പിക്കും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു അൺസർട്ടനിറ്റി ട്രംപ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് ഇനി പുതിയ ഹയറിംഗ്, അപ്പൊ പുതിയതായിട്ടുള്ള പാക്കേജ്, അപ്പൊ സാലറി പേ സ്കെയിൽ കുറച്ച് കുറയും. മുമ്പ് ആ ഡെസിഗ്നേഷനിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പാക്കേജ് ആയിരിക്കില്ല ഇനി കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ സ്ഥിതി എന്താണ്? ഈ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലേ? എന്താണ് സംഭവം? അവർക്ക് ഉള്ളിലുള്ള പ്രശ്നം എന്താണ് ശരിക്കും? ഇത്രയും ഡോളർ ബേസ്ഡ് എക്കോണമി, കടമൊക്കെ ഉണ്ട് ശരിയാണ്, 38 ട്രില്യണോളം വലിയ GDP ആണ്. എന്താണ് അവിടെ നടക്കുന്നത് ശരിക്കും? ശരിക്കും ഒരു ബില്ല് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ ശമ്പളം മുടങ്ങും. നമ്പർ 1 ആണ്, ശമ്പളം മുടങ്ങും. അമേരിക്കയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങും. ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് 2-3 കീ എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് എമിഗ്രേഷൻ പ്രവർത്തനങ്ങൾ നടക്കും, ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അതെല്ലാം കൃത്യമായിട്ട് ചലിക്കും. ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില നിർണായക മീറ്റിംഗുകൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നടക്കും. പക്ഷേ മറ്റുള്ള ഫെഡറൽ സംവിധാനങ്ങളിൽ കീഴിലുള്ള ഒരു സംഭവങ്ങളും പ്രവർത്തിക്കില്ല. അതായത് ടൂറിസം ഉൾപ്പെടെ ഡൗൺ ആവും. ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡി തന്നെ അതിന്റെ സൂചന കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അമേരിക്കയിലുള്ള നിലവിലുള്ള സ്ഥിതിഗതികൾ. We can do things during the shutdown that are irreversible. What will we see now there's a US government shutdown? The short answer is we don't know for sure, but we can build a picture based on previous federal shutdowns. What generally happens is that government workers who are deemed non-essential are put on temporary unpaid leave and normally paid later. This could affect services including federally funded preschools, the student loans department, programs to help low-income families get food. National parks and museums could shut, and approval of new benefit payments may stop. It's worth pointing out government services often get funding from different sources, and so closures may be staggered. Medical care in hospitals, border protection, law enforcement and air traffic control are expected to carry on, with employees being paid later. Active duty military members generally keep on working, and social security and disability payments would still be sent out. ICE operations are likely to be deemed essential by the president, given his crackdown on illegal immigration, a big priority in his second term. The Trump administration, initially with Elon Musk at the forefront, has spent the last 9 months drastically cutting parts of the national government. And the White House has suggested it could use this shutdown to cut many more jobs permanently. Few over the past 50 years. Most were only a matter of days. Although in 1995, under President Clinton, it went on for 21 days. In 2013, under President Obama, 16 days. And in December 2018, in Trump's first term, the longest shutdown so far began, lasting 35 days. So how long could this shutdown last? We simply don't know. The Republicans and Democrats seem miles apart, and the disagreements are increasingly bitter. All Americans are going to feel some impact because
whether they realize it or not, there's certain government services and government activities that are affecting your day-to-day lives. The last shutdown ended after long lines at airports caused by air traffic controllers and security staff calling in sick became a symbol of a country paralyzed. A similar impact this time will increase pressure to do a deal. നമുക്കിവിടെ ഇന്ത്യയിൽ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയിൽ നൈറ്റ് ആണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഫർദർ മീറ്റിംഗ്സ് ഇപ്പം നെക്സ്റ്റ് ഡേ ഇതിന്റെ അപ്ഡേഷൻ വരുമ്പോഴത്തേക്കും ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ നോക്കാം. ഗാസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോർഡ് ഓഫ് പീസ്, ആ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം, ട്രംപ് പ്രപ്പോസൽ ചെയ്ത ഒരു 20-21 പോയിന്റ് അടങ്ങുന്ന ആ ഒരു സംഭവം ഹമാസ് തള്ളിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ടോണി ബ്ലെയറുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയിൽ റിവേറിയ പ്ലാൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവർ ആ 21 പോയിന്റ്സ് വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇത് പാലസ്തീനിയൻ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനിയൻ ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഉന്നമനവും വരുന്ന രീതിയിലല്ല ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഓറിയന്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള തീരുമാനമാണ് ഹമാസ് എടുത്തിരിക്കുന്നത്. ഇപ്പം അറബ് രാജ്യങ്ങൾ കംപ്ലീറ്റ് ഇപ്പൊ പ്രഷർ ഹമാസിന്റെ മേളിലാണ്. നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇതൊരു ഫൈനൽ ഡ്രാഫ്റ്റ് ആണ്. ഇത് അറബ് രാജ്യങ്ങളും കൂടി ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇത് ഫൈനൽ ഓപ്ഷൻ ആണെന്നാണ് പറഞ്ഞ് കടുത്ത സമ്മർദ്ദമാണ് ഹമാസിന്റെ മേളിൽ ഇടുന്നത്. പക്ഷേ ഹമാസ് അംഗീകരിക്കുന്നില്ല. ഈ ഒരു ബോർഡ് ഓഫ് പീസ് സ്റ്റാർട്ട് ആവണമെങ്കിൽ തന്നെ ഈ ബന്ദികളെ മോചിപ്പിക്കണം. അതാണ് ഇപ്പം കടുത്ത സമ്മർദ്ദം ഹമാസ് നേരിടുന്നത്. പക്ഷേ ഇതുവരെ അതിൽ ഒരു തീരുമാനം, ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആ കൂടുതൽ വിഷയങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നില്ല. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ ആ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ അംബാസഡർ ഇന്ത്യയിൽ നിന്നും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഉന്നമനത്തിനും ഇസ്രായേലിന്റെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ഇന്ത്യ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പന്റ് ആണ്. പല മേഖലകളിലും ഇന്ത്യൻസിനെ ഉൾപ്പെടുത്താനാണ് ഇസ്രായേൽ എൻവോയ് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വെച്ചത്. അവിടെ ഈ സൈനായ് ഭാഗത്ത് ഒരു ഡെസേർട്ട്, ഒരു ഡെഡ് ലാൻഡ് ആണ്. ആ ഡെഡ് ലാൻഡിൽ ഈജിപ്റ്റ് അമിത ആവേശത്തിലാണ് പ്രാക്ടീസും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇത് ശരിക്കും ഇസ്രായേൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി ശരിയല്ല, ഇതൊരു ബഫർ സോൺ ആണ്. ഈ ബഫർ സോണിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു അഭ്യാസം കാണിക്കുന്നത് അത്ര ശരിയായ നടപടിയില്ല. ഞങ്ങൾ കുറെ കാലം കൊണ്ട്, അതായത് ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങി ആ സമയം തൊട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗാസയിൽ നിന്നും ജനങ്ങൾ ഈജിപ്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കണ്ടാൽ അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. ഇതുവരെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഡേറ്റ പ്രൂഫ് ഒന്നും ഈജിപ്തിന്റെ പക്കലില്ല. അമേരിക്കയ്ക്ക് ലോകമെമ്പാടും പല രാജ്യങ്ങളിലായിട്ട്, പല ഐലൻഡുകളായിട്ട് അവരുടെ എയർബേസുകളുണ്ട്, അവരുടെ മിലിറ്ററി സംവിധാനങ്ങളുണ്ട്. അവിടുത്തെ ജനറൽമാരെ എല്ലാം വിളിച്ചുകൂട്ടി അമേരിക്കയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് നടത്തിയത് പെന്റഗണിലാണ്. അന്ന് തന്നെ പത്രപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. ഇങ്ങനെ പെന്റഗണിൽ സെക്രട്ടറി ഓഫ് വാർ പീറ്റർ ഹെക്സെറ്റ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ജനറലുകളുടെ എല്ലാം, അതായത് ആർമി ജനറലുകളുടെ എല്ലാം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് അതിനെ കോൺഫിഡൻഷ്യലാണ് കീപ്പ് ചെയ്തത്. തീർച്ചയായിട്ടും ട്രംപ് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും നടന്നിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ട്രംപ് അതിവേഗം ചീറിപ്പാഞ്ഞോണ്ട് പോയി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ജനറൽമാരുടെ അടുത്തൊക്കെ എന്ത് മീറ്റിംഗ്, എന്ത് കാര്യങ്ങളാണ് സംസാരിച്ചതിനെ കുറിച്ച് ഒരു രീതിയിലുള്ള വാർത്താക്കുറിപ്പുകളോ പത്രസമ്മേളനമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. സ്റ്റിൽ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് മാത്രം ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതേസമയം വെനിസുലയുടെ മേളിലും ഇറാന്റെ മേളിലും കടുത്ത സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നുണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. സിറിയയിലെ HTS ഭരണകൂടം ഒരു സൈഡിൽ ഇസ്രായേലുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുമ്പോഴും ഒരു സൈഡിൽ തുർക്കിയുമായിട്ട് വളരെയധികം ബന്ധത്തിലാണ്. തുർക്കിയും ഈ ഒരു HTS ഈ രണ്ട് സംവിധാനങ്ങളോട് ചേർന്നിട്ട് SDF എന്ന് പറഞ്ഞ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ആ SDFനെതിരെ ഇച്ചിരി വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ആവാൻ തയ്യാറാവാണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ വാർത്തയും കൂടി വരുന്നുണ്ട്. HTS ജൊലാനി ഭരണകൂടം SDF എന്ന് പറഞ്ഞ ഒരു സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ മേലിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയപ്പോഴത്തേക്കും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ അമേരിക്കയിൽ നടന്ന മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. തുടക്കത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വന്ന സമയത്ത് ഈ 21 പോയിന്റ്സ് അതിലൂടെ ഇസ്രായേലിന്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് അതിനകത്ത് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ബന്ദികളെ മോചിപ്പിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്നുള്ള ആ ഒരു ഡിസ്കഷനാണ് ഇസ്രായേൽ ഓപ്പൺ ചെയ്തത്. അതായത് തികച്ചും അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഹമാസിന്റെ മേളിൽ സമ്മർദ്ദമിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് നെതന്യാഹു പറഞ്ഞു വെച്ചത്. ഈ സമ്മർദ്ദം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബന്ദികളെ മോചിപ്പിക്കാം, അതേപോലെ നമുക്ക് വിഡ്രോവൽ നടത്താം. പക്ഷേ സെക്യൂരിറ്റി സർവൈലൻസ് അതാണ് ഹമാസിന് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഗാസയ്ക്കുള്ളിൽ ഹമാസ് പുറത്തു പോയി കഴിഞ്ഞാൽ ടെക്നോക്രാറ്റുകളെ കൊണ്ടുവന്ന് റൂൾ ചെയ്യിപ്പിക്കും. അതായത് ടോണി ബ്ലെയറിന്റെ അതേ പ്ലാൻ, ഗാസ റിവേറിയ എന്ന് പറഞ്ഞ ട്രംപിന്റെ അതേ പ്ലാൻ, റിയൽ എസ്റ്റേറ്റ് പ്ലാൻ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയും ഈ പാലസ്തീൻ ജനങ്ങളെ ഇപ്പം ഈ വെക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ വാക്യുവേഷൻ ചെയ്യുന്ന ഈ ആൾക്കാരെ എങ്ങനെ കൊണ്ട് അവിടെ തിരിച്ച് റീസെറ്റിൽമെന്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു പോയിന്റ് അവിടെ പറയുന്നില്ല. അവിടെ ചെറുതായിട്ട് അവരുടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ വ്യക്തമായിട്ടുള്ള ധാരണയില്ല അതിനെക്കുറിച്ച്. ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സർവൈലൻസ്. അത് ഇസ്രായേൽ ഫിലഡൽഫി കോറിഡോർ വരെ കൺട്രോൾ ചെയ്ത് കംപ്ലീറ്റ് സെക്യൂരിറ്റി സർവൈലൻസ് നടത്തും. അപ്പൊ ലിറ്ററലി ഗാസ അണ്ടർ ഇസ്രായേൽസ് കൺട്രോൾ. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ രണ്ട് പോയിന്റുകളാണ് ഹമാസ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്.
അപ്പൊ ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇത്താമിർ ബെൻ ഗവിർ, അതേപോലെ തന്നെ ബിസായൽ സ്മോട്രിച്ച് ഇസ്രായേലിന്റെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ, അതേപോലെ തന്നെ ഗിഡിയോൺ ഫോറിൻ അംബാസിഡർ, ഇവരെല്ലാരും കൂടി പറഞ്ഞിരിക്കുന്നത് ഈ ട്രംപ് പ്രപ്പോസ് ചെയ്ത ഈ ഒരു 21 പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് പോലും ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല, ഒരു പോയിന്റ് പോലും തിരുത്താൻ പറ്റില്ല. അങ്ങനെ തിരുത്തുന്നു എങ്കിൽ ഈ ട്രംപിന്റെ ഈ ഒരു ബോർഡ് ഓഫ് പീസ് പ്ലാനിനെ റിജക്ട് ചെയ്തതായിട്ട് ഇസ്രായേൽ കരുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യം വരുന്നു എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമണങ്ങൾ തുടരും ഗാസയ്ക്കുള്ളിൽ. അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ ക്വിക്ക് ആയിട്ട് ചെറിയ അപ്ഡേറ്റ് തരാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.